Hi friends, welcome to Jastonse. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിൽ ഒരു സെപ്പറേറ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് PSC റിപ്പീറ്റ് ചെയ്യാറുള്ളതാണ്. നമ്മൾ ഇത് പഠിക്കാൻ ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾക്ക് അറിയാം അല്ലേ. നമ്മൾ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്താ ദശാംശ സംഖ്യകളുടെ വർഗ്ഗം കാണാനും വർഗ്ഗമൂലം കാണാനൊക്കെ പഠിച്ചിരുന്നു. നിങ്ങൾ ഇനി ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ആദ്യം കാണുക കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ദശാംശ സംഖ്യകളുടെ ഫുൾ റൂൾസ് നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ ആൻസർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കറക്റ്റ് പറയുന്നത് അറിയാനായിട്ട് പറ്റില്ല. ഓക്കെ, കാരണം ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. എന്താണ്, കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോളൂ. നമ്മൾക്കറിയാം ദശാംശ സംഖ്യകളുടെ വർഗ്ഗം കാണാനും വർഗ്ഗമൂലം കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വർഗ്ഗം തന്നിട്ടുണ്ട്, വർഗ്ഗമൂലം കാണാനാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ എന്താണ്, തന്നിട്ടുള്ള സംഖ്യയിൽ തന്നിട്ടുള്ളത് ഏത് സംഖ്യയാണെന്നുണ്ടെങ്കിലും അതിൽ ദശാംശ സ്ഥാനം എത്രയുണ്ടോ അതിൻ്റെ പകുതി നമ്മളുടെ വർഗ്ഗമൂലത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വർഗ്ഗമൂലം കാണുമ്പോൾ ഈ സംഖ്യയുടെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെത്ര, ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ഥാനം ഉള്ള ഒരു ഉത്തരമായിരിക്കും. 2 സ്ഥാനം അതിലുണ്ടായിരിക്കണം, ദശാംശ സ്ഥാനം ഉണ്ടായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഇവിടെ നോക്കിക്കേ. പക്ഷേ നമ്മളിവിടെ നോക്കിക്കേ, 53ൻ്റെ വർഗ്ഗമൂലം കാണാൻ നമ്മൾക്കറിയോ? 53ൻ്റെ വർഗ്ഗമൂലം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. 53ൻ്റെ അടുത്ത് ഉള്ള ഏതൊക്കെ സംഖ്യകൾക്ക് നമ്മൾക്കറിയാം വർഗ്ഗമൂലം? ഒരു 49 നമ്മൾക്കറിയാം, ഒരു 64 അറിയാം അല്ലേ. ഇത് ഏതിൻ്റെ വർഗ്ഗമൂലമാണ്? 7ൻ്റെ വർഗ്ഗമൂലമാണ്. 64 എന്ന് പറയുന്നത് 8ൻ്റെയും വർഗ്ഗമൂലമാണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്നൊരു എന്താണ്, ഇടയിൽ വരുന്നൊരു സംഖ്യയാണ് 53. അപ്പം 53ന് നമ്മൾക്ക് വർഗ്ഗമൂലം കാണാൻ കഴിയില്ല. പക്ഷേ 0.0053 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിനോട് അടുത്ത സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനോട് അടുത്തിട്ടുള്ള വർഗ്ഗം ഏതാണ് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. 53നോട് അടുത്ത് കിടക്കുന്നത് 49 ആണോ 64 ആണോ? ഏതാണ്? 49 ആണല്ലേ. ആകെ 4 നമ്പറിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിലോ 11 നമ്പറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്നത് 49 ആണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനോട് അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ അടുത്ത സംഖ്യ ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 0.0049ൻ്റെ റൂട്ട് കാണണം. ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണ് കാണുക? നമ്മൾക്കറിയാം 49ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് ഏതാണ്? 7 ആണെന്നറിയാം. പക്ഷേ ക്വസ്റ്റ്യനിൽ 4 ദശാംശ സ്ഥാനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൻസറിൽ 2 ഉണ്ടായിരിക്കണം. ആൻസറിൽ 2 ഉണ്ടാവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ദശാംശ സ്ഥാനം ഇടണം. ഓക്കെ, ബിന്ദു ഇടണം. അപ്പോൾ ആൻസർ എന്താ വരിക? 0.07 ആണ് ഈ 0.0049ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു സംഖ്യയുടെ റൂട്ട് ഓഫ് 0.0053യുടെ അടുത്ത് വരുന്ന സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതായിരിക്കും? 0.07 ആയിരിക്കും ആൻസർ. ഇത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യം നമ്മൾക്ക് ദശാംശ സംഖ്യയെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കാണാനുള്ള റൂൾ അറിയുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 53ൻ്റെ റൂട്ട് കാണുക എന്നുള്ളത് അതിനേക്കാൾ നല്ലത് അതിൻ്റെ അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് 53നോട് തൊട്ടടുത്ത സംഖ്യകൾ വർഗ്ഗം ഏതൊക്കെയാണെന്ന് നോക്കുക. 49ഉം 64ഉം. അപ്പോൾ അതിൻ്റെ വർഗ്ഗമൂലം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിനനുസരിച്ച് സ്ഥാനം നീക്കി നമ്മൾ സംഖ്യ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും എന്താണ് നമ്മളുടെ ആൻസർ. അപ്പോൾ കിട്ടിയില്ലേ? 0.07 ആണ് ആൻസർ. ഈസി അല്ലേ, സിമ്പിൾ അല്ലേ? വർഗ്ഗമൂലം വർഗ്ഗത്തിൻ്റെ റൂള് നമ്മൾ ദശാംശ സംഖ്യയുടെ വർഗ്ഗം കാണാനുള്ള റൂള് പഠിച്ചവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽസ് ഡാഷ് മീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾക്ക് ദശാംശ സംഖ്യകളുടെ റൂൾസ് അറിഞ്ഞാൽ മതിയില്ലേ, എങ്കിൽ നമ്മൾക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിക്കേ, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഡാഷ് മീറ്റർ ആണ്. നമ്മൾക്കറിയാം എത്ര സെൻറ്റിമീറ്റർ ചേർന്നതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്? 100 സെൻറ്റിമീറ്റർ ചേർന്നതാണല്ലേ 1 മീറ്റർ എന്ന് പറയുന്നത്. അതറിയില്ലേ? 100 സെൻറ്റിമീറ്റർ ചേർന്നതാണ് ഇതെന്ന് പറയുന്നത് 1 മീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? എങ്കിൽ നമ്മൾക്ക് ഇവിടെ കാണേണ്ടത് 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പം നമ്മൾക്ക് എങ്ങനെ കാണാം? സെൻറ്റിമീറ്ററിനെ ഇവിടെ നിർത്തുക,
ബാക്കി ഈ 100നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇൻറ്റു അല്ലേ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 100 താഴോട്ട് പോകില്ലേ. 1/100 മീറ്റർ ആണ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? 1/100 മീറ്റർ. അപ്പോൾ ഈ 1/100 മീറ്ററിനെ എങ്ങനെ ഒരു ഡെസിമൽ നമ്പറായിട്ട് എഴുതാനായിട്ട് പറ്റും? അത് നമ്മൾ റൂള് പഠിച്ചിരുന്നു. ഏതൊരു സംഖ്യയെയും 100 കൊണ്ടാണേലും 1000 കൊണ്ടോ 10 കൊണ്ടോ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നോ താഴെ എത്ര സീറോസ് ഉണ്ടോ അതിനനുസരിച്ച് സംഖ്യയുടെ എന്താണ് ഇടതുവശത്തേക്ക് നമ്മൾ സ്ഥാനം നീക്കി കുത്തിടണം എന്ന് പഠിച്ചു അല്ലേ. ഒരു ബിന്ദു ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അതുകൊണ്ട് ആൻസറിൽ 2 സ്ഥാനം നീക്കിയിട്ട് വേണം നമ്മൾ ബിന്ദു ഇടാൻ. അപ്പം നമ്മൾ എങ്ങനെ ആൻസർ വരിക? നമ്മളുടെ ആൻസർ 0.01. അപ്പോഴല്ലേ 2 പൊസിഷൻ ആയുള്ളൂ, 2 സ്ഥാനമായുള്ളൂ. എന്നിട്ട് നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ ഇതാണ് നമ്മളുടെ ആൻസർ 0.01. ഇതിന് ഓപ്പോസിറ്റ് എങ്ങനെയാണ്? അപ്പുറത്തേക്ക് നമ്മൾ എന്തായാലും കുത്തിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പുറത്തേക്ക് 2 സ്ഥാനം നീക്കിയിട്ട് കുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന് വരും. അപ്പോൾ 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൽ 1 10 പ്രാവശ്യമാണോ? 100ൽ 1 എന്ന് പറയുന്നത് ആലോചിച്ചാൽ തന്നെ നമ്മൾക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ. അങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും അത് സീറോസ് ആയിരിക്കും. അതെങ്ങനെയാണ്? അത് ഇൻഡു ചെയ്യുമ്പോഴാണ് വരിക അല്ലേ. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ആൻസർ എന്താണ്? 0.01. ഏതാണ് ആൻസർ? 0.01 മീറ്റർ. ഈ മീറ്റർ അതേപോലെ ഇങ്ങോട്ട് വരണം അല്ലേ. അപ്പോൾ 0.01 മീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ? അപ്പം ഇത് സിമ്പിളായിട്ടുള്ളൊരു 2 പ്രോബ്ലംസ് ആണ്. ദശാംശ സംഖ്യകളുടെ റൂൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് കറക്റ്റായി പഠിച്ചവർക്ക് തീർച്ചയായിട്ടും ഇത് നമ്മൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാനൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഇത് എക്സിട്ര എന്നാണ് കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? 0. ഇതിൽ 0ക്ക് പ്രാധാന്യം കൊടുക്കണം കേട്ടോ. 0.2222 എക്സിട്ര അങ്ങനെ 2 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു എന്ന ഒരു ദശാംശ സംഖ്യയുടെ ഒരു ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാരൂപം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഭിന്നസംഖ്യാരൂപം ഏതാണ്? എങ്ങനെ നമ്മൾക്ക് കാണാനായിട്ട് പറ്റും? ഈ പോയിന്റ് 0.2222 എന്നതിനെ ഈ 2/10 എഴുതിയാൽ എന്താ ആൻസർ? 2/10 ആണോ ആൻസർ വരിക? അല്ല അല്ലേ. എന്താണ് 2/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2 ആണ് അല്ലേ. താഴെ 0-ത്തിനനുസരിച്ച് നമ്മളുടെ മുകളിലുള്ള സംഖ്യയ്ക്ക് എന്താ ഒരു സ്ഥാനം, ഇവിടെ ഒരു 0 അപ്പോൾ ഒരു സ്ഥാനം നീക്കി നമ്മളൊരു ബിന്ദു ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ദശാംശ ബിന്ദു ഇത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ആൻസർ വരിക. എങ്കിൽ 2/1000 എന്താ ആൻസർ വരിക? 2/1000 ആണോ? ഇവിടെ 4 സംഖ്യ ഉണ്ട്, 4 സ്ഥാനം. ഇനിയിപ്പോൾ 3 സ്ഥാനം കൺസിഡർ ചെയ്താലും ബാക്കിയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതല്ലേ. അപ്പോൾ 2/1000 3 സ്ഥാനം നീക്കിയിട്ടൊരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കൺഫ്യൂഷൻ അങ്ങനെ വരുന്നുണ്ടോ? ആൻസർ ഇതിന് ആൻസർ എന്താ വരിക? ഇവിടെ ആൻസർ വരിക 3 സ്ഥാനം നീക്കിയിട്ട് കുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 2 സ്ഥാനം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് സീറോസ് ഇട്ട് കൊടുക്കുക വേണ്ട. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആൻസർ 0.002 എന്നാണ് വരിക. ഇനി അടുത്ത് നോക്കിക്കേ, 2.9 അവിടെ നിൽക്കട്ടെ. 1/5 നോക്കിക്കേ. 1/5 എന്ന് പറയുന്നത് എന്താ ആൻസർ വരിക? 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം 1/5 എന്ന് പറയുന്നത് എന്ത് എഴുതുന്നതിന് സമമാണെന്നറിയാം? ഈ 5നെ 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് സമമാണല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 20/100 എന്ന് എഴുതുന്നതിന് സമമാണ് ഈ 1/5 എന്ന് പറയുന്നത് അല്ലേ. 5ൽ 1 എത്ര പ്രാവശ്യം? 5ൽ 1 എന്ന് പറയുന്നത് 2/10. 10ൽ 2ന് സമമല്ലേ ഇത്. അപ്പോൾ നമ്മൾക്ക് ഇതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? 0.20 എന്ന് എഴുതാം. ഓക്കെ, 0.20 എന്ന് എഴുതാം. എങ്കിൽ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് മനസ്സിലായി? ഞാൻ ഇത് എടുക്കാനുള്ള കാരണം നമ്മൾക്ക് ദശാംശ സംഖ്യനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ബെറ്ററാണ്. ഇങ്ങനെ ഒരു ഭിന്നസംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ 100ലേക്ക് ആക്കാൻ 5നെ 100ലേക്ക് ആക്കാൻ എത്ര കൊണ്ട് ഇൻഡു ചെയ്യണം? 20 കൊണ്ട്. അപ്പോൾ അതേ 20 കൊണ്ട് മുകളിൽ ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ 20/100 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾക്ക് ആ സ്ഥാനം നോക്കിയിട്ട് വേഗം ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയത്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമല്ല. കൺഫ്യൂഷൻ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എല്ലാം ആൻസർ ഞങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും അല്ല അല്ലേ ആൻസർ. അപ്പോൾ ഇനി എന്തായിരിക്കും ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കുകയും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് മനസ്സിലായി ഇതാണ് ആൻസർ എന്ന്. അപ്പോൾ
അപ്പോൾ 2/9 എങ്ങനെയാണ് വരിക എന്നുള്ളത് ആലോചിക്കുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സീറോയിൽ തുടങ്ങി ദശാംശ സ്ഥാനം ഇട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്ന് പറയുന്നത് ആ സംഖ്യ ഡിവൈഡഡ് ബൈ 9 എന്നായിരിക്കും. ഓക്കെ, അത് സീറോയിൽ തുടങ്ങണം. ഇവിടെ 1.222 എന്ന് വന്നു കഴിഞ്ഞാൽ ആൻസർ 2/9 എഴുതാൻ പറ്റില്ല. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 0.3333 എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിലോ അത് 3/9. ഓക്കെ, അപ്പോൾ 0.4444 എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 4/9. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ഉണ്ടായിരിക്കുക. ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബിക്കോസ് നമ്മൾക്കറിയാം, ഞാൻ പറഞ്ഞു 0 ആണെന്നുണ്ടെങ്കിൽ ഈ ദശാംശ ബിന്ദുവിൻ്റെ ഈ വശത്തുള്ളത് 0 ആണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടുകയുള്ളൂ. ഓക്കെ, അങ്ങനൊരു എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരികയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അത് വരാൻ അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? അതിന് നമ്മൾ സ്റ്റെപ്പ് പഠിച്ചിരിക്കുക. എങ്കിൽ നോക്കിക്കോളൂ, ഇതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഈ തന്നിട്ടുള്ള സംഖ്യ 0.2222 എന്നതിനെ നമ്മൾക്ക് ലെറ്റ് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ടേക്ക് ആസ് ആൻ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഈസ് ഈക്വൽ ടു 0.2222 എന്ന് എഴുതി. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 0.2222 എന്ന് എക്സ് ആയിട്ട് എടുക്കുന്നു. ഈ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡും ഒരു 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഏതൊരു സംഖ്യനെയും മുകളിലും താഴെയും ഒരു സംഖ്യനെ ഇൻറ്റു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മാത്രമാണ് അതിന് സമമായിട്ടുള്ള, നമ്മുടെ ക്വസ്റ്റ്യന് സമമായിട്ടുള്ള ഒരു ആൻസർ കിട്ടുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞു അല്ലേ? അത് ഞാൻ ഒരു എക്സാമ്പിളും കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക? നമ്മുടെ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് രണ്ട് സൈഡും 10 കൊണ്ട് ഇൻറ്റു 10 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻറ്റു 10 ചെയ്യുമ്പോൾ 2 സൈഡും ഇൻറ്റു 10 ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, എക്സ് എന്താവും? 10x ആവും അല്ലേ? എക്സ് ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10x എന്നാവും. എങ്കിൽ ഇവിടെ 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്താവും? 10 ഇൻറ്റു 0.2222 എന്ന് വരുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, ഗുണനം പഠിച്ചിരുന്നു, ദശാംശ സംഖ്യകളുടെ ഗുണനം പഠിച്ചിരുന്നു. എന്താണ് നമ്മുടെ ദശാംശ ബിന്ദു എന്ന് പറയുന്നത്? 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു സ്ഥാനം അങ്ങോട്ട് നീങ്ങും, വലത്തോട്ട് നീങ്ങും. 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2 സ്ഥാനം അങ്ങോട്ട് നീങ്ങും എന്ന് പഠിച്ചിരുന്നു അല്ലേ? അപ്പം നമ്മളുടെ ഇവിടെ ആൻസർ എന്താ വരിക? 10x ഈസ് ഈക്വൽ ടു 2.222 എന്ന് വരും. ഓക്കെ, എങ്കിൽ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇത് ഒന്നാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി, ഇത് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 2 - 1 ചെയ്യുന്നു. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ചാൽ 10x - x. 10x - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 9x ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണ്? 2.222 മൈനസ് 0.222. അപ്പോൾ എന്താണ് ഈ 2.222 മൈനസ് 0.222 എന്ന് വരും. അപ്പോൾ ആ 222 ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഉള്ളത് എന്താണ്? 2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വന്നത്? 9x ഈസ് ഈക്വൽ ടു 2 എന്ന് വന്നു. സോ എക്സ് ഈസ് ഈക്വൽ ടു 2/9. സോ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ലെറ്റ് എക്സ് ബി 0.2222 ആണ്. അതിൻ്റെ ആൻസറാണ്, എക്സ് എന്ന് പറയുന്നതിൻ്റെ ആൻസറാണ് 2/9 എന്ന് നമ്മൾക്ക് കിട്ടിയത്. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ഈ 2/9 എന്ന് വന്നതെന്ന്? ഇനിയിപ്പോൾ ഇതിപ്പം 3.33 ആണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് വരിക എന്ന് പറയാനുള്ള കാരണം എന്താ? ഇപ്പം ഇതേ 333 ആണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾക്ക് എന്ത് വരും? നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 3.33 ആയി മാറും അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇവിടെ നമ്മൾക്ക് ഈ എന്താണ് 0.333 ഇവിടെ നിന്ന് ക്യാൻസലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ഒരു 3 ആണുള്ളത്. ഇവിടെ നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 9x ആണുള്ളത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 3/9 എന്നും ആവും. അതാണ് പറഞ്ഞത്, നമ്മൾക്ക് ഇവിടെ എന്താണ് വരുന്നത് അതേ ഡിവൈഡഡ് ബൈ 9 ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്.
ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട് ഇല്ലല്ലോ, മനസ്സിലായില്ലേ, വ്യക്തമായില്ലേ? അപ്പൊ നോക്കിക്കോളൂ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 പോയിന്റ് വെച്ച് തുടങ്ങണം. അല്ലെങ്കിൽ ഇവിടെ 0 പോയിന്റ് അല്ലാന്നുണ്ടെങ്കിൽ 1 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ആൻസർ മാറും അല്ലേ? 1 പോയിന്റ് ആണ്. ഇപ്പോൾ 1.222 ആണ് നമ്മൾ ആൻസർ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കൂ. എങ്കിൽ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആൻസർ വരിക 12 പോയിന്റ് എന്നാണ് വരിക. 10 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വരിക 1 പോയിന്റ് എന്നുള്ളതല്ലേ, 12.222 എന്നാണ് വരിക. അപ്പോൾ നമ്മൾക്ക് എന്താ ആൻസർ വരിക? ഈ 222 നമ്മൾക്ക് ഇവിടുന്ന് ഇതിന്ന് കുറയ്ക്കുമ്പോൾ ഇതും കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? 12.22 നിന്ന് 1.222 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആൻസർ വരിക 11 ആണ്. സോ എക്സ് എന്ന് പറയുന്നത് 11/9 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻസർ വ്യത്യാസം ഉണ്ട്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇവിടെ 0ക്ക് പകരം 1 വരികയാണ് അല്ലെങ്കിൽ 2 വരികയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആൻസറിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ 0 ആയിരിക്കണം. ഫസ്റ്റ് 0 ആയിരിക്കണം. ദശാംശ ബിന്ദുവിൻ്റെ വലതുവശത്ത് എന്തായിരിക്കണം? 0 ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, ഈ ഒരു റൂള് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാം 2/9, 3/9, 4/9 എന്ന് എഴുതാം എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇത് മനസ്സിലായി, ഈ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ PSC റിപ്പീറ്റ് ചെയ്യുന്നതാണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ നന്നായിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മളിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ്, 3 ടൈപ്പ് ഓഫ് മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കിയത്. എല്ലാ ക്വസ്റ്റ്യൻസും 3 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കുറച്ച് നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. വേറെ എല്ലാം നമ്മൾക്ക് ബേസ് ആണ്, ദശാംശ സംഖ്യകളുടെ ബേസ് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ഇതിൻ്റെ ചെറിയൊരു റൂള് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ ഇതും ഈസിയാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾക്ക് നമ്മളുടെ ഈ ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അവർക്കെല്ലാം നമ്മളുടെ ഈ ചാനലിനെ കുറിച്ച് അറിവ് ലഭിക്കാനായി മാക്സിമം ഷെയർ ചെയ്യുക. അവരോടെല്ലാം നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം. അതുവരേക്കും take care. Bye bye.